കടലിനോട് ചേർന്ന ഒരു ചെറുപട്ടണത്തിൽ മനു ജീവിച്ചു. കടൽ അവന്റെ സുഹൃത്തായിരുന്നു. ഓരോ സന്ധ്യയ്ക്കും കടലിനോട് സംസാരിക്കുന്ന ഒരാൾ. അവൻ ജോലി ചെയ്തിരുന്നത് ഒരു പഴയ പുസ്തകക്കടയിൽ. പുസ്തകങ്ങളുടെ മണം അവന്റെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി. അവിടെ തന്നെ ഒരു ദിവസം ശ്രേയ വന്നു, പഴയ പുസ്തകങ്ങൾ തേടി. പക്ഷേ അവൾ കണ്ടെത്തിയത് ഒരു പരിചയം. "ഇവിടെ ഈ പുസ്തകമുണ്ടോ?" അവൾ ചോദിച്ചു. "ഇവിടെ കാണാതാകുന്നത് വാക്കുകളാണ്," മനു ചിരിച്ചു. അത് അവരുടെ ആദ്യ സംഭാഷണം. ദിവസങ്ങൾ കടന്നു. ശ്രേയ വീണ്ടും വീണ്ടും കടയിലെത്തി. സംഭാഷണങ്ങൾ നീണ്ടു. കടൽ, ജീവിതം, സ്വപ്നങ്ങൾ. ശ്രേയ പറഞ്ഞു, "ചില വാക്കുകൾ പറഞ്ഞാൽ എല്ലാം മാറും." മനു പറഞ്ഞു, "പറയാതെ വെച്ചാൽ കൂടുതൽ വേദനിക്കും." അവർ അതറിയാമായിരുന്നു. പക്ഷേ ആ വാക്കുകൾ പറയാൻ ഇനിയും ധൈര്യം വന്നില്ല. ഒരു ദിവസം ശ്രേയ പറഞ്ഞു, "ഞാൻ പോകുന്നു, മറ്റൊരു നഗരത്തിലേക്ക്." കടൽ ശബ്ദിച്ചു. മനു ഒന്നും പറഞ്ഞുമില്ല. പോകുന്ന ദിവസം ശ്രേയ ഒരു പുസ്തകം മനുവിന് നൽകി. അതിനുള്ളിൽ ഒരു കുറിപ്പ്: "നമ്മൾ പറയാതെ പോയ വാക്കുകൾ കടലിൽ ഒളിച്ചിരിക്കുന്നു." വർഷങ്ങൾ കഴിഞ്ഞു. പുസ്തകക്കട പുതുക്കപ്പെട്ടു. പക്ഷേ കടൽ അതെ. ഒരു വൈകുന്നേരം കടയുടെ വാതിൽ തുറന്നു. ശ്രേയ. "ഇനിയും ആ വാക്കുകൾ ഇവിടെ ഉണ്ടോ?" അവൾ ചോദിച്ചു. മനു പുസ്തകം തുറന്നു. "ഇവിടെ തന്നെയാണ്, ഇപ്പോൾ പറയാം." കടൽ നിശബ്ദമായി കേട്ടു.